ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ലഹരി പിടിച്ചു. 1 കിലോഗ്രാം MDMA-യുമായിട്ട് ബംഗളൂരുവിൽ നിന്നൊരു യുവതിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നപ്പോഴാണ് യുവതി കസ്റ്റഡിയിലായത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, MDMA-യുമായി വന്ന യുവതി മലയാളിയല്ലല്ലോ? SKN ഇവർ മലയാളിയല്ല എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 6:30 കൂടിയാണ് പോലീസിന്റെ പ്രത്യേക പരിശോധന ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി റൂറൽ പോലീസ് ആലുവ പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് ഈ ട്രെയിനിൽ വന്നിറങ്ങിയ ഈ യുവതിയെ 1 കിലോഗ്രാം MDMA-യുമായി പിടിയിലായത്. ഇവരുടെ പാത്രത്തിനകത്ത് കടത്താൻ ശ്രമിച്ചു, 1 കിലോ MDMA കൊച്ചിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവർക്കൊപ്പം 2 പേർ കൂടിയുണ്ട് എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തു. കൊച്ചിയിലേക്ക് നേരത്തെ എല്ലാ ദിവസവും MDMA 0.5 ഗ്രാം അല്ലെങ്കിൽ 0.10 ഗ്രാം ഒക്കെ പിടികൂടുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയ എമൗണ്ട്, ഒരു കിലോയിലേക്ക് അടുത്തേക്ക് എത്തുന്ന എമൗണ്ട് ഇത് ആദ്യമായി ഈ റൂറൽ പോലീസ് മേഖലയിൽ ആദ്യമായാണ്. നേരത്തെ സിറ്റിയിൽ 2 വർഷം മുമ്പ് 1 കിലോഗ്രാം MDMA പിടികൂടിയിരുന്നു. ഈ കൊച്ചി ഒരു പ്രധാനപ്പെട്ട ലഹരി ഹബ്ബായി മാറുന്നു എന്നുള്ളതാണ് ഈ MDMA പിടികൂടിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. കൂടുതൽ പരിശോധനകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഈ ലഹരി മാഫിയ സംഘങ്ങൾ കൊച്ചിയെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ പോലീസ് സേനയാണ്. പരിശോധനകൾ കൃത്യമല്ലേ എന്നുള്ളതാണ് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം. എന്തായാലും നിലവിൽ ഈ 1 കിലോ MDMA പിടികൂടിയ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം തന്നെ മാറ്റും. നിലവിൽ സാങ്കേതിക നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഇവർക്കൊപ്പം ഉണ്ടായി എന്ന് സംശയിക്കുന്ന 2 പേരെ കണ്ടെത്താനുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. ഇവർ ആർക്കു വേണ്ടിയാണ് ഈ MDMA എത്തിച്ചത് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. SK വിഷ്ണു, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കാര്യമായി മഴ പെയ്യുന്നു. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ നല്ല മഴയുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. എൻ്റെ വാട്സപ്പിലൊക്കെ ആൾക്കാർ വാർത്തകൾ അയക്കുന്നു. വിഷ്ണു നിൽക്കുന്ന സ്ഥലത്ത് മഴ കാര്യമായി പെയ്യുന്നു എന്ന് തോന്നുന്നു. എന്താണ് മഴയുടെ അവസ്ഥ? SKN ഒരല്പസമയം മുമ്പ് കൊച്ചിയിൽ മഴ ഒരല്പം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ തുടർച്ചയായി നിന്ന് പെയ്യുന്നില്ല. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 മണിക്കൂറൊക്കെ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിലവിൽ അങ്ങനെയില്ല. ഇടവിട്ട് ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. നിലവിൽ കൊച്ചിയിൽ അങ്ങനെ അലർട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴും ഈ മഴ കാര്യമായി ചെറുതായ രീതിയിൽ പെയ്യുന്നുണ്ട്. അത് ശക്തമാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നമ്മളെ അലോസരപ്പെടുന്ന ഒരു വാർത്തയാണ്. കേരളത്തിലെ കോട്ടയം, എറണാകുളം ജില്ലകളിലൊക്കെ തന്നെ MDMA-യുമായും അതുപോലെ മയക്കുമരുന്നുമായും സഞ്ചരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് വിൽപ്പന നടത്തുന്ന ആൾക്കാർ, അതേപോലെ സ്കൂൾ കുട്ടികളെ പോലും കാരിയറാക്കുന്ന അവസ്ഥ. ഈ സാഹചര്യം മുളയിലെ നുള്ളിക്കളയാൻ നമുക്ക് കഴിയണം. ഈ നഗരം, പ്രത്യേകിച്ച് കേരളത്തിലെ പല നഗരങ്ങളും വളരുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ലഹരി വാഹകരുടെ എണ്ണവും കൂടുന്നു എന്നുള്ള ഒരവസ്ഥ സംജാതമാകുന്നത് രഹസ്യമായും പരസ്യമായും ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കടുത്ത മുന്നേറ്റം ഈ കാര്യത്തിൽ നമുക്ക് വേണം. ഇവരുടെ കടയറുത്ത് വീഴ്ത്തണം ഈ ശക്തികളുടെ. എക്സൈസും പോലീസും കാര്യമായി യത്നിക്കുകയാണെങ്കിൽ അവർക്ക് അമർച്ച ചെയ്യാവുന്ന ശക്തികൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം.